താങ്ങുവാൻ ശക്തിയില്ലാതെ നിലവിളിക്കുകയും ചെയ്യുന്ന ഉള്ളത്തിനായി കേൾക്കുന്ന പൈതലിന്റെ കരച്ചിൽ കേട്ട് മരുഭൂമിയിൽ നീരോഗം പുറപ്പെടുവിക്കുന്ന ദൈവം. സ്നേഹമുള്ളവരെ, സെന്റ് മേരീസ് ചർച്ച് ബോയ്സ് മാതൃസഭയുടെ സ്നേഹപുരസ്സരം സമർപ്പിക്കുന്നു ഹാഗാറിന്റെ കണ്ണുനീർ. എന്തു വേണം? ഞങ്ങൾക്കൊന്നും വേണ്ട, നീ ഇപ്പൊ ഞങ്ങളുടെ യജമാനത്തിയല്ലേ. അതിലെന്ത് സംശയം? അബ്രാഹാമിന് ഞാനൊരു പുത്രനെ നൽകിയത് സത്യമല്ലെന്നുണ്ടോ? അത് നമ്മുടെ യജമാനത്തെ സാറയുടെ ദൈവം കൊണ്ടാണെന്ന കാര്യം നീ മറന്നു പോകുന്നു. അതും ഇതും പറയാതെ വേഗം വന്ന കാര്യം പറയൂ. യജമാനത്തി സാറ നിന്നെ വിളിക്കുന്നു. ഈ കിളവിയെ കൊണ്ട് മടുത്തു. അല്പസമയം വിശ്രമിക്കാനും സമ്മതിക്കില്ല. നീ ഇവിടെ ഇരിക്കുന്നു. നിന്റെ മകൻ ഇശ്മായേൽ എന്താ കണ്ടിരിക്കുന്നത് കണ്ടോ? ഇസഹ, നിനക്ക് എന്തു പറ്റി? ഇസ്മായേൽ, ഇസ്മായേൽ, എന്താ അമ്മേ? നീ ഇസഹാക്കിനോട് ഇതെന്താ ചെയ്തത്? നീ എന്തിനാ ഇവനെ തള്ളിയിട്ടത്? ഞാനിവനൊന്നും ചെയ്തില്ല. ഇസ്മായേൽ നിന്റെ മൂത്ത സഹോദരനാണ്. സംസാരിക്കുമ്പോൾ അത് നീ ഓർമ്മിക്കണം. എന്റെ വേലക്കാരിയുടെ മകൻ എങ്ങനെ ഇസ്ഹാക്കിന് സഹോദരനാവും? അതെന്തുമാകട്ടെ, നീ ഇതിന് സമാധാനം പറയൂ ഇശ്മായേൽ. ഈ ഇസ്ഹാക്ക് കള്ളം പറയുന്നതാ. എന്താ നീ എന്റെ മകനെ കള്ളനാക്കുന്നു? കുട്ടികൾ കളിച്ചതല്ലേ. മൂത്തവൻ ഇളയവനെ തല്ലുന്നത് നാട്ടുനടപ്പില്ലാത്ത കാര്യമൊന്നുമല്ലല്ലോ. നിന്റെ ധിക്കാരം അതിൽപ്പെടുന്നു. എന്നോട് എതിർക്കാൻ നിൽക്കാതെ അകത്തെങ്ങാനും പോയി ഇരിക്കാൻ നോക്കും. ഇസ്മായേൽ ഇവനും അബ്രാഹാമിന്റെ പുത്രൻ തന്നെയാണ്, മൂത്ത പുത്രൻ. ദാസിയെ പിടിച്ച് കട്ടിലിരുത്തി. കഷ്ടം. ഇവളുടെ ധിക്കാരം ഇപ്പോ യജമാനത്തിയോടും ഈ മൂത്തപുത്രന്റെ അവകാശം പറയുന്നു. എനിക്ക് ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അബ്രഹാമിന് സന്തതി ഉണ്ടാകുമെന്ന് ദൈവവാഗ്ദത്തം ഞാൻ ആദ്യമേ വിശ്വസിച്ചിരുന്നെങ്കിൽ ആകാരത്തിന്റെ വേലക്കാരിയുടെ മുമ്പിൽ എന്റെ ശിരസ് കുനിയില്ലായിരുന്നു. കിളവി പിച്ചുമേയും പറയാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്കിതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല. ഇവൻ ഈ ഹാഗാർ ഇവിടെ ഓടിപ്പോയതല്ലേ, വീണ്ടും വന്നിരിക്കുന്നു. യജമാനത്തെ സൂക്ഷിക്കണം. ഇവൻ പറഞ്ഞ ഞങ്ങൾ ചിലതെല്ലാം അറിഞ്ഞിട്ടുണ്ട്. എന്താണ്? പറയൂ. ഇവൻ ഈ ഹാഗാർ ഓടിപ്പോയപ്പോൾ മരുഭൂമിയിൽ വെച്ച് ഒരു ദൈവദൂതനെ കണ്ടു. എന്നിട്ട് ഹാഗാർ പ്രസവിക്കുന്ന സന്തതി ഒരു വലിയ ജാതിയാകുമെന്ന് വാഗ്ദത്തം ചെയ്തു. അതുമാത്രമല്ല, അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കുമെന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് യജമാനത്തെ സൂക്ഷിക്കണം. ആ ഇശ്മായേൽ ഇസഹാക്കിന് എതിരാളിയാകും തീർച്ച. ശരി, ഞാൻ നോക്കിക്കൊള്ളാം. അബ്രഹാം വരുന്നുണ്ട്. നിങ്ങൾ അകത്തേക്ക് വയ്ക്കൂ. എന്താണ് സാറാ നിന്റെ മുഖം വിഷാദിച്ചിരിക്കുന്നത്? അബ്രഹാം, ഹാഗാർക്ക് പരിഹാസിക്കുന്നു. എനിക്ക് നിന്റെ പ്രയാസം മനസ്സിലാകുന്നുണ്ട് സാറാ, പക്ഷേ ഞാൻ നിസ്സഹായനാണ്. എന്റെ ദാസിയുടെ മകൻ, എന്റെ മകൻ ഇസ്ഹാക്കിനോട് കൂടെ അവകാശിയാകരുത്. സാറാ, ഇശ്മായേൽ എന്റെ മകനാണ്. ഓഹോ, അങ്ങനെ തെറ്റെനിക്ക് പറ്റി. ആ തെറ്റാണ് ഞാൻ തിരുത്താൻ പോകുന്നത്. സാറാ, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഹാഗാർ, നീ ഇശ്മായേലിനെ ഉടൻ പുറത്താക്കിക്കളയണം. സാറാ, നീ ഇത്ര കഠിനമായി ചിന്തിക്കരുത്. ആഹാ, ഞാൻ അനുഭവിക്കുന്ന അപമാനത്തെക്കാൾ വലുതല്ലായത്. അവനെ ഉടൻ പുറത്താക്കണം. എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? അപ്പ, ഞങ്ങളെ അങ്ങ് പറഞ്ഞയക്കുകയാണോ? പ്രിയനേ, നീ എന്റെ മകന്റെ കാര്യം നോക്കണം. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിനക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എനിക്കറിയാം, അങ്ങ് ഒട്ടും വിഷമിക്കണ്ട. എല്ലാം നന്നായി ശ്രദ്ധിക്കണം.
അപ്പ ഇനി എന്നാ നമ്മൾ കാണുക? എനിക്ക് അറിയില്ല മോനെ. ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ. ഇല്ല, പോകില്ല. അപ്പ അപ്പ ഇസ്മയിൽ, എന്റെ കൂടെ വരൂ. പോയിക്കൊള്ളൂ മോനെ. അപ്പ അപ്പ എനിക്ക് സങ്കടമുണ്ട് മോനെ, ശരിക്കും സങ്കടമുണ്ട്. നീ എന്റെ മകനെ നോക്കണം. ഞങ്ങൾ ഉപേക്ഷിക്കുകയാണോ? അതിഭയങ്കരമായ ഈ വിജനതയിൽ എന്റെയും നമ്മുടെ കുഞ്ഞിനെയും ഉപേക്ഷിച്ച് തിരിച്ചു പോകാനോ? ഞാൻ എന്ത് ചെയ്തു? എന്റെ തെറ്റെന്താണ്? അതെങ്കിലും പറയും. അതറിയാനുള്ള അവകാശം പോലും എനിക്കില്ലെന്നുണ്ടോ? കയ്യിലുണ്ടായിരുന്ന ഒരപ്പവും തീർന്നല്ലോ. ഞാനിനി എന്ത് ചെയ്യും എന്റെ ദൈവമേ? ദൈവമാണോ ഇത് കൽപ്പിച്ചത്? അതെ, ഇത് ദൈവനിശ്ചയമാണ്. അവൻ തിരിച്ചു വരല്ലേ അമ്മേ? അറിയില്ല മകനെ. ഈ മരുഭൂമിയിൽ ആര് നമ്മെ രക്ഷിക്കും? ഉപേക്ഷിച്ചവന്റെ ദൈവവും ഉപേക്ഷിക്കപ്പെട്ടവളുടെ ദൈവവും ഒന്ന് തന്നെ. അമ്മേ, തൊണ്ട വരവുന്നു. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? മകനെ, നീ ഈ തണലിലേക്ക് കിടന്നോളൂ. അമ്മേ, വെള്ളം വെള്ളം. ദൈവമേ, അവസാന തുള്ളി വെള്ളവും തീർന്നല്ലോ. ആരായിരിക്കും ആദ്യം മരിക്കുക? ഞാനോ അതോ എന്റെ പൊന്നോമനെയോ? കുഞ്ഞാണെങ്കിൽ എന്റെ കൈ കൊണ്ട് മറവ് ചെയ്യും. മറിച്ചാണെങ്കിൽ അയ്യോ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. മരുപ്പക്ഷികൾ കൊത്തി വലിക്കുന്ന എന്റെ കുഞ്ഞിന്റെ ശരീരം. ദൈവമേ, എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ലല്ലോ. എന്താ ഒരു ശബ്ദം? അത് വെള്ളമാകുന്ന ശബ്ദമല്ലേ? എവിടെ നിന്നാണ് ഈ ശബ്ദം? അതാ അവിടെ തന്നെ മരുഭൂമിയിൽ നീരുറവ പൊട്ടിയിരിക്കുന്നു.